തിരുവനന്തപുരത്ത് ആംബുലൻസ് തടഞ്ഞുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തെ തുടർന്ന് ചികിത്സ വൈകി ആദിവാസി യുവാവ് മരിച്ചു. വിതുര മണലി സ്വദേശി ബിനുവാണ് മരിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രിമാരായ OR കേളുവും വീണ ജോർജും പറഞ്ഞു. ഗുരുതരാവസ്ഥയിലുള്ളയാളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണെന്ന് അറിയില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വാദം. ആത്മഹത്യക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ 20 മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നാലെ ബിനു മരിച്ചു. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഡോക്ടർ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവനല്ലേ, ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു, ഏകദേശം പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ ഈ സമ്മതിക്കാത്തൊരു കാരണമാണ് ഈ എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത്. ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി OR കേളു. ഈ സമരം ഇയാളെ മരണത്തിനൊരു ഇടയാക്കി എന്നുള്ളതും ഒരു ശരി തന്നെയാണ്. ഈ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടാവണം. രണ്ടാമത് ഈ നോക്കിയ ഡോക്ടർമാരുടെ ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന മുറയ്ക്ക് ഒരു നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമല്ലോ. ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും, വകുപ്പ് പരിശോധിക്കും. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. 5 മിനിറ്റ് മാത്രമേ പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്നും തങ്ങൾ എല്ലാവരും ചേർന്നാണ് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്ത് കാര്യമാണെങ്കിലും ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.